നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ചരിത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെത്. തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം സൈന്യത്തിന്റെ കൂടി ചരിത്രമാണ്. തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്ന് തുടങ്ങി കരസേനയുടെ മദ്രാസ് റെജിമെന്റിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വ്യത്യസ്ത ചരിത്രം. സൈനികരുടെ പരദേവതയായി അറിയപ്പെടുന്ന പഴവങ്ങാടി ഗണപതിയുടെയും ക്ഷേത്രത്തിന്റെയും വിശേഷങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. തമിഴ് ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഗണപതി ഭക്തരുടെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ്. തിരുവനന്തപുരം നഗരത്തിൽ പഴവങ്ങാടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്കുമാറി പഴവങ്ങാടി ക്ഷേത്രം നിലകൊള്ളുന്നു. കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇവിടുത്തെ പോലെ അപൂർവമായ പ്രതിഷ്ഠ മറ്റൊരിടത്തുമില്ല. വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ഗണപതിയുള്ളത്. പുറകിലെ വലതു കൈയിൽ മഴുവും ഇടതു കൈയിൽ കയറും മുന്നിലെ ഇടതു കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതമാണ്. പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ ചരിത്രം എത്തി നിൽക്കുക തിരുവിതാംകൂർ സൈന്യത്തിലാണ്. തിരുവിതാംകൂറിന്റെ സൈന്യമായ തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് പത്മനാഭപുരത്ത് വെച്ചാണ്. ഇവിടമായിരുന്നു തിരുവനന്തപുരത്തിന് മുൻപ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം. അങ്ങനെയിരിക്കെ ഒരിക്കൽ കരസേനയിലെ ഒരു അംഗത്തിന് അവിചാരിതമായി ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി. അവിടെ വിഗ്രഹം ഉപേക്ഷിക്കാതെ അദ്ദേഹം വിഗ്രഹം കൂടെ കൂട്ടുകയും മറ്റു സൈനികരോട് ചേർന്ന് അതിനെ ആരാധിച്ചു പോരുകയും ചെയ്തു. പിന്നീട് ആ ഗണപതി അവരുടെ പരദേവതയായി മാറി. പിന്നീട് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ അവർ ഗണപതിയെയും കൂടെ കൂട്ടി. അങ്ങനെ തിരുവിതാംകൂർ കരസേനയുടെ ആസ്ഥാനത്ത് ഗണപതി എത്തുകയും ഗണപതിക്കായി ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ രാജ്യം ലയിച്ചപ്പോൾ മുതൽ ഭാരത കരസേനാ വിഭാഗത്തിലെ മദ്രാസ് റെജിമെന്റ് ആണ് ക്ഷേത്രം നടത്തുന്നത്. തമിഴ് ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. സ്വർണത്തിൽ പൊതിഞ്ഞാണ് ഇതുള്ളത്. ചതുരാകൃതിയിൽ നിർമ്മിച്ച തീർത്തും ചെറിയ ശ്രീകോവിൽ, അതിനുള്ളിലെ ഗർഭഗൃഹം, ശ്രീകോവിലിനെ ചുറ്റിയ നാലമ്പലം, തിടപ്പള്ളി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായ ഇടങ്ങൾ. ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളിലായി ഗണപതിയുടെ 32 വ്യത്യസ്ത രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അയ്യപ്പൻ, ഭഗവതി, നാഗദൈവങ്ങൾ തുടങ്ങിയവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. നാലമ്പലത്തിൽ അയ്യപ്പനെയും ഭഗവതിയെയും, ക്ഷേത്രമതിലകത്ത് നാഗദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശബരിമലയിലെ വിഗ്രഹത്തിന്റെ അതേ രൂപത്തിലുള്ളതാണ് ഇവിടുത്തെ അയ്യപ്പൻ. നാഗരാജാവും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വഴിപാടാണ് തേങ്ങ ഉടയ്ക്കൽ. ആയിരക്കണക്കിന് തേങ്ങകളാണ് വഴിപാട് നേർന്നതിന്റെ ഭാഗമായി ഇവിടെ വിശ്വാസികൾ ഉടയ്ക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം നാളികേരം ഉടയ്ക്കുന്ന ക്ഷേത്രവും ഇതാണ്. ഇത് കൂടാതെ ഗണപതി ഹോമം, അപ്പം വഴിപാട്, മോദകം വഴിപാട് എന്നിവയും ഇവിടെ നടത്തുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് പഴവങ്ങാടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഇവിടേക്ക് 5.6 കിലോമീറ്റർ ഉണ്ട്. നന്ദി, നമസ്കാരം.